പ്രധാനമന്ത്രിയും അടക്കമെല്ലാവരും. ഏറ്റവും അതിനകത്ത് അപലപനീയമായിട്ടുള്ള കാര്യം, അങ്ങേയറ്റം അസ്വീകാര്യമായിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാണിച്ച രാജ്യസഭയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് വ്യക്തമാണ്. എത്ര അസഹിഷ്ണുതയോട് കൂടിയിട്ടാണ് ഭരണഘടനാ ശില്പിയായ അംബേദ്കറിനെ കുറിച്ച് അമിത്ഷാ പരാമർശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതായത് അംബേദ്കർ 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 എന്ന് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലർ. അത് ഹോബിയാണ്. അതേ രീതിയിൽ ഭഗവാനെ വിളിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞത്. ഇത് സ്വാഭാവികമായിട്ടും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കിയ ഭരണഘടന അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വേദനിപ്പിച്ച കാര്യമാണ്. അന്നു മുതൽ ഇന്ന് വരെ അതിനെക്കുറിച്ചൊന്ന് ഖേദം പ്രകടിപ്പിക്കാനോ അതെനിക്ക് തെറ്റായി വന്ന പരാമർശമാണെന്ന് പറയാനോ പ്രസംഗിച്ച ആളും ശ്രമിച്ചില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചില്ല. പല പ്രാവശ്യം ഈ വിഷയം ട്വീറ്റ് ചെയ്ത് 6 ട്വീറ്റ് ഒന്നിച്ച് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതിനെക്കുറിച്ച് പരാമർശിച്ചു. രാജ്യം ആഗ്രഹിച്ചത് പോട്ടെ, അദ്ദേഹം അത് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സാമാന്യ ജനങ്ങളും ഒരുപോലെ അതിനെതിരായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാടുമായി വരും. അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചു. ഖേദം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ പ്രകോപനപരമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പിറ്റേ ദിവസം ബിജെപിയുടെ ഒഫീഷ്യൽ ഹാൻഡിലിൽ അവർ ചെയ്തത്, ഞങ്ങൾ അംബേദ്കറിന്റെ പടവും പിടിച്ചുകൊണ്ടാണ്, ഞങ്ങൾ ഒന്നും ചെയ്യില്ല, അംബേദ്കറിന്റെ പടം സ്റ്റിക്കർ ഇതുപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ പ്രതിഷേധവും നടത്തിയത്. ആ സ്റ്റിക്കറിന്റെ പുറത്ത് സോറോസിന്റെ ചിത്രവും കൂടെ കാണിച്ച് അംബേദ്കറിന്റെ ചിത്രം മാറ്റി സോറോസിന്റെ ചിത്രം അവിടെ പതിപ്പിച്ച് വീണ്ടും അംബേദ്കറിനെ അപമാനിക്കാനാണ് ബിജെപി അവിടെ ശ്രമിച്ചത്. ഇത് തീർത്തും അസ്വീകാര്യമാണ്. പാർലമെന്റ് നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ അവർ അവസാനിപ്പിച്ചു. പ്രതിഷേധം നടത്തിയ അവർക്കെതിരായിട്ട് കേസ്. ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, അംബേദ്കറുടെ വിഷയത്തിൽ സർക്കാർ അപമാനിച്ചതിനെതിരായിട്ട് ശബ്ദമുയർത്തിയ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കെതിരായിട്ട് കേസ്. എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. മറിച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവാത്ത മാനസികാവസ്ഥ. അതുകൊണ്ട് ഈ പ്രശ്നം രാജ്യവ്യാപകമായി വരും ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ കൂടിയ ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച് ബൃഹത്തായ പരിപാടികൾ ആവിഷ്കരിക്കണം. അതുകൊണ്ട് ഇന്നും നാളെയും ഇന്ത്യയിൽ എല്ലാ തലസ്ഥാനങ്ങളിലും കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്ററി നിയോജക മണ്ഡലങ്ങളിലും സീനിയർ പാർട്ടി നേതാക്കന്മാരും എംപിമാരും പ്രസ് കോൺഫറൻസുകൾ നടത്തും എന്ന തീരുമാനമുണ്ട്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമിത്ഷാ എന്താണ് പറഞ്ഞത് എന്ന് രാജ്യത്തിന് താഴെത്തട്ടിലേക്ക് എത്തിപ്പിച്ചുകൊണ്ട് എല്ലാ പാർലമെന്റ് കോൺഫറൻസിലും ഇത്തരം വീഡിയോകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തും. 24-ാം തീയതി രാജ്യവ്യാപകമായിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ജില്ലാ കലക്ടറേറ്റുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടക്കും. ബാബാ സാഹേബ് അംബേദ്കർ സമ്മാൻ മാർച്ച് എന്ന പേരിൽ 24-ാം തീയതി, അതായത് മറ്റന്നാൾ, എല്ലാ ജില്ലാ കലക്ടറേറ്റുകൾക്ക് മുന്നിലേക്കും മാർച്ച് നടത്തി ജില്ലാ കലക്ടർക്ക് അമിത്ഷാ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കൈമാറും. ഇരുപത്തിയാറ് 27 തീയതികളിൽ
മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ 100ാമത് വാർഷികം ബെൽഗാമിൽ ആഘോഷിക്കുകയാണ്. 1924 ഡിസംബർ 26 തീയതിയാണ് ബെൽഗാവിയിൽ ഒരു വർഷക്കാലത്തേക്ക് മഹാത്മാഗാന്ധി, അദ്ദേഹം ആ ഒരു പ്രാവശ്യം മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടായിരുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റു പ്രവർത്തിച്ചത്. 1924 ഡിസംബർ 26 മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായതിന്റെ 1ാം വാർഷികമാണ് 2024 ഡിസംബർ 26 എന്നുള്ളതുകൊണ്ട് 26 എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി, 27 ജയ് ഭീം ജയ് സംവിധാൻ എന്ന പേരിൽ ഭരണഘടനാ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അതിമഹത്തായ റാലി കോൺഗ്രസ് ബെൽഗാവിൽ നടത്തുകയാണ്. ഈ റാലി ഞങ്ങള് ഭരണഘടനയെയും ഭരണഘടനാ ശില്പികളെയും അപമാനിക്കുന്ന, ഭരണഘടനാ തത്വങ്ങളെ പാലിക്കാതെ ഭരണം മുന്നോട്ട് പോകുന്ന ബിജെപിയുടെ നയം തുറന്നു കാണിക്കുന്ന റാലിയായിരിക്കും 27 തീയതി ബെൽഗാവിൽ നടക്കാൻ പോകുന്നത്. 26 തീയതി കൂടുന്ന എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി വരുന്ന ഒരു മാസക്കാലത്തേക്കുള്ള ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മഹാനായ അംബേദ്കറിനെ അപമാനിച്ചതിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായ ക്യാമ്പയിൻ, വില്ലേജുകളിൽ സമ്മേളനങ്ങൾ, ഗ്രാമാന്തരങ്ങളിൽ സമ്മേളനങ്ങൾ, സംസ്ഥാനങ്ങളിൽ റാലികൾ, ഈ സംബന്ധിച്ച് ബൃഹത്തായ പരിപാടി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ജനുവരി 26 വരെ, റിപ്പബ്ലിക് ദിനം വരെ ആ പരിപാടി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പ്. ഇന്നിപ്പോ എല്ലാ പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രസംഗം കേട്ട ഭരണഘടന എത്രമാത്രമായിരുന്നു ഉദ്ഘോഷിച്ചത്. പക്ഷെ ഭരണഘടന നിലവിൽ വന്ന അന്ന് തന്നെ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ RSSഉം ഓർഗനൈസറും BJPയും ഇത് ഭാരതീയമായ ഭരണഘടനയല്ല എന്ന് ആക്ഷേപിച്ചവർ തന്നെയാണ് ഇന്ന് ഭരണഘടനയെക്കുറിച്ച് പറയാൻ വന്നത്. പക്ഷെ അവരുടെ ഉള്ളിലിരിപ്പാണ് അമിത്ഷായുടെ പ്രസംഗത്തിലൂടെ പുറത്തു വന്നത്. പുറത്തു പറയുന്നതല്ല ഉള്ളിലിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രസംഗം. അവരൊക്കെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലായിടത്തും. പക്ഷെ ഭരണഘടന അന്ന് തന്നെ ഉണ്ടായ അന്നു മുതൽ തന്നെ എതിർത്തവരാണ് RSS, ഓർഗനൈസർ, BJP. ആ ഉള്ളിലിരിപ്പ് വീണ്ടും പുറത്തു ചാടിയ പരാമർശമാണ് അമിത്ഷാ. അതുകൊണ്ട് അമിത്ഷാ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഹീനമായ പരാമർശം, മഹാനായ അംബേദ്കറുടെ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഈ ഡിമാൻഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള ക്യാമ്പയിനാണ് കോൺഗ്രസ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനായിട്ടുള്ളത്. അതില് മാധ്യമങ്ങൾ, ഞാൻ ഒറ്റക്കാര്യം ചോദിക്കുന്നുള്ളൂ, ഇതൊരു കോൺഗ്രസ് മന്ത്രിയായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ദേശീയ മാധ്യമങ്ങളിലെ രാത്രികാല ചർച്ച എന്താകുമായിരുന്നു? ഇത് മാത്രമല്ലായിരുന്നു ഉണ്ടാകുമായിരുന്നത്. അയാൾക്ക് ഒരു ദിവസം തുടരാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ സപ്രസ് ചെയ്യപ്പെടുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള അംബേദ്കർക്കെതിരായിട്ട് നടത്തിയ ഈ പരാമർശം ഇന്ത്യയിലെമ്പാടും പ്രതിഷേധങ്ങളാണ്. അത് നമ്മൾ ആഹ്വാനം ചെയ്യാതെ തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, മഹാരാഷ്ട്രയിൽ, ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും ജനങ്ങൾ ഗ്രാമങ്ങളിൽ പ്രതിഷേധത്തിലാണ്. പക്ഷെ കോർപ്പറേറ്റ് സ്പോൺസേർഡ് മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ല. അതിനെ സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് ഈ കാര്യം ഇന്ത്യൻ പാർലമെന്റിലെ ഞാൻ കേരളത്തിലെ 1-2 മാധ്യമങ്ങൾ എഴുതിയ, വാർത്താ മാധ്യമങ്ങൾ എഴുതിയിട്ടുള്ള എഡിറ്റോറിയൽ ഞാൻ വായിക്കുകയുണ്ടായി. അതിനെ ബഹുമാനിക്കുന്നു എഡിറ്റോറിയൽ. പക്ഷെ അതിലൊരു പരാമർശം കൂടി ആകാമായിരുന്നു. ഈ അംബേദ്കർക്കെതിരായിട്ടുള്ള ഈ പരാമർശം അത് തെറ്റായി എന്നുള്ള വാചകം അതിനകത്ത് കണ്ടില്ല. പാർലമെന്റിൽ ഞങ്ങൾ എന്തിനാ പ്രതിഷേധിച്ചത്? ഇത് പിൻവലിക്കണമെന്ന് ആവശ്യമുണ്ട്. അത് ആവശ്യമല്ലായിരുന്നോ? ആ പ്രസംഗം ലോക്സഭാ റെക്കോർഡിൽ ഉണ്ടാകണമായിരുന്നു, രാജ്യസഭാ റെക്കോർഡിൽ ഉണ്ടാകണമായിരുന്നു, നിലനിൽക്കണമായിരുന്നു. ആ പരാമർശം പിൻവലിക്കണമെന്ന് പറയുന്നത്, നീക്കം ചെയ്യണമെന്ന് പറയുന്നത്
അത് അംഗീകരിക്കാതെ നിൽക്കുന്ന ഗവൺമെന്റ് ആണോ പാർലമെന്റ് അലങ്കോലപ്പെടുത്തിയത് പ്രതിപക്ഷമാണോ? രണ്ടും ഒരുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ. ജനാധിപത്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഞങ്ങൾ ബഹുമാനിക്കുന്നു. കാരണം ഫോർത്ത് സ്റ്റേറ്റിന് നിർണായകമായ റോൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിയാണ്, ബഹുമാനിക്കുന്നു. പക്ഷേ ഈ ബഹുമാനിക്കുമ്പോഴും ഈ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഹീനമായ രീതിയിൽ അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൽ നിന്നും വന്നിട്ട് അതിനെ ഒന്ന് മാപ്പ് പറയുകയും ചെയ്യാതെ അത് പിൻവലിക്കുക പോലും ചെയ്യാതെ അവർ തുടർന്നുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നായിരുന്നോ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു? ഇതാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള അതിശക്തമായ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. അത് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും നടക്കും, അത് കഴിഞ്ഞ് ഗ്രാമങ്ങളിൽ നടക്കും, സംസ്ഥാന തലത്തിൽ വിപുലമായ റാലികൾ നടത്തും. ഇത് ഒരു പ്രശ്നം മാത്രമായിരുന്നില്ല, ഭരണഘടനയെ മുഴുവൻ അതിലംഘിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന ഭരണം. അതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം. ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നൽകിയ പരാതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസിന് അല്ല, അത് ഇതിനാണ് വിഷയം. ഭരണഘടന ഏറ്റവും കൂടുതൽ പ്രധാനം ചെയ്യുന്ന ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യം സംരക്ഷിക്കാൻ ഉറപ്പുവരുത്തണം, ജനാധിപത്യം സംരക്ഷിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ കംപ്ലീറ്റ് ആയിട്ട് ബയസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ബോഡിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങൾ തോക്കുമ്പോൾ മാത്രം ഇത് പറയുന്നു, ജയിക്കുമ്പോൾ പറയുന്നില്ല എന്നൊക്കെ ഞങ്ങൾ എല്ലാ കാലത്തും പറയുന്ന കാര്യം. രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഇവർ 3 അംഗങ്ങൾ അടങ്ങുന്ന സമിതിയാണ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയിലില്ല പ്രതിപക്ഷ നേതാവ്. ഈ 3 അംഗങ്ങൾ ഉൾപ്പെടുന്ന സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തീരുമാനിക്കുന്നത്. ആദ്യം BJP എന്താ ചെയ്തത്? അതിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റുക, പകരം അവരുടെ ഒരു മന്ത്രിയെ വെക്കുകയാണ്. ആ ബോഡി ഇപ്പൊ എങ്ങനെയാണ്? ആ ബോഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഒരു കേന്ദ്രമന്ത്രി ആ സ്ഥാനത്ത്. പ്രതിപക്ഷ നേതാവ് പേരിനുണ്ട്, പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും, 3-2 ഭൂരിപക്ഷം ക്ലിയർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഇലക്ഷനാണ് ഇന്ത്യയിൽ നടത്താൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിഷ്പക്ഷവും നീതിപൂർവമായ ഇലക്ഷൻ ആണെങ്കിൽ എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ, ഏറ്റവും പരമോന്നത നീതിന്യായ പീഠത്തിന്റെ അധിപനെ, ആ കമ്മിറ്റിയിൽ നിന്നും എടുത്തു മാറ്റിയത്? നമ്പർ 2, ഒരു കാലത്തും സംഭവിക്കാത്ത കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രാവശ്യം അംഗമായാൽ അദ്ദേഹം റിട്ടയർ ചെയ്യുമെന്നെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു മരിച്ചു എങ്കിൽ മാത്രമേ അത് റീഫിൽ ചെയ്യൂ. ഈ സർക്കാരിന്റെ കാലത്ത് 2 ഇലക്ഷൻ കമ്മീഷണർമാരെ പകുതിയിൽ വെച്ച് രാജിവെപ്പിച്ചു. ആ രാജിവെച്ചവർക്ക് പിന്നീട് പ്രമോഷൻ കൊടുത്തു, പകരം 2 പേര് വന്നു. നമ്മൾ ആവശ്യപ്പെട്ട കാര്യം, ഹരിയാന തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ലാസ്റ്റ് ഡേ, ഇലക്ഷന്റെ ലാസ്റ്റ് വോട്ടർ ലിസ്റ്റ് അത് ഞങ്ങളുടെ കയ്യിലെത്താണ്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശപ്പെട്ടതാണ്. ഇലക്ഷനിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ആദ്യം. ആ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് ഫൈനൽ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പുള്ള വോട്ടർ പട്ടികയാണ്. അഡീഷൻ ആൻഡ് ഡിലീഷൻ ആണ് അതിനകത്ത് സാധാരണഗതി വരാറുള്ളത്. പഴയ വോട്ടർ പട്ടികയുടെ ഒരു അഡീഷണൽ പേജ് ഉണ്ടാവും, അത് അഡീഷണൽ ഡിലീഷൻ ആണ്. ആ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചിട്ട് ഇലക്ഷൻ കമ്മീഷൻ തരുന്നില്ല. ഹരിയാനയിൽ ഞങ്ങൾ ചോദിച്ചു, തന്നില്ല. ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി ഉത്തരവിട്ടു കൊടുക്കണം. ആ ഹൈക്കോടതി ഉത്തരവിട്ട് ഈ രേഖകൾ, ആവശ്യപ്പെട്ട രേഖകൾ കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇലക്ഷൻ ചട്ടം മാറ്റുകയാണ്. ഇത്തരം രേഖകൾ ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല, കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ആരാ പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ. ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ് അതിന് തൊട്ടടുത്ത ദിവസം പറയാണ് ഇത്തരം ആവശ്യപ്പെടുന്ന രേഖകൾ ഇത് രഹസ്യ സ്വഭാവമുള്ള രേഖയാണോ? വോട്ടർ ലിസ്റ്റ് രഹസ്യ സ്വഭാവമുള്ള രേഖയാണോ? അത് കൊടുക്കില്ല എന്ന് പറയാണ്. അപ്പൊ ഞാൻ ഇത് സീരീസ് ഓരോന്നോരോന്നായി പറയാണ്. മഹാരാഷ്ട്രയിൽ ഇതുപോലെ നവംബർ 4 പ്രസിദ്ധീകരിച്ച ലാസ്റ്റ് വോട്ടർ ലിസ്റ്റ് ചോദിച്ചിട്ട് തരുന്നില്ല. ഞങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞങ്ങൾ 3 ആഴ്ചയായി. കോൺഗ്രസിന്റെ ഡാറ്റാ അനാലിസിസ് വിങ്ങിലെ ചീഫ് പ്രവീൺ ചക്രവർത്തി അപേക്ഷ നേരിട്ട് രേഖാമൂലം എഴുതി കൊടുത്തിട്ട് 4 ആഴ്ചയായി.
തന്നില്ല. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ. അപ്പൊ ഭരണഘടനയെ കുറിച്ച് ഈ കാര്യങ്ങൾ ഞങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തതാണ്. ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതിന് പകരം, ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം, നമ്മുടെ ഭരണഘടനാ ശില്പികൾ എന്താണ് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനം ഉണ്ടാക്കുന്നത്, അത് എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകിയതിൽ അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഭരണഘടനാ ശില്പികളെ തന്നെ അവമാനിക്കുന്ന രീതിയിലേക്കാണ് അവർ പോയത്. ഈ സംഭവം ഞങ്ങൾ നിയമപരമായി നേരിടാൻ പോവാണ്. ഹൈക്കോടതി ഉത്തരവിന്റെ പിറ്റേന്നാണ് ഇപ്പൊ ആർക്കും മനസ്സിലാവുന്നത് ഈ ഉത്തരവിന്റെ ഉദ്ദേശം. അപ്പോൾ നിയമപരമായിട്ടുള്ള എല്ലാ ലീഗൽ ഫൈറ്റും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ ഭരണഘടനാ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനായിട്ട് കോൺഗ്രസ് ഇത് മാറ്റും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി. അതിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അത് പ്രകാശ് കാരാട്ട വ്യക്തമാക്കുന്നത്. ഇത് പോളിറ്റ് ബ്യൂറോ ലൈനാണോ അല്ലയോ? CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് ശ്രീ വിജയരാഘവൻ. വിജയരാഘവൻ ഇപ്പം ഒന്നുകിൽ അദ്ദേഹത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് പറയുന്ന കാര്യത്തിൽ. കഴിഞ്ഞ ദിവസം ഇവിടെയും കണ്ടു, എന്തോ വഴിയെ നടന്നുപോയാൽ പോലെ ആളിനെ കാറിൽ പോകുന്നത്, പാർട്ടിക്കാർക്ക് സ്റ്റേജ് കെട്ടാൻ തൊക്കെ തരത്തിൽ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. പക്ഷെ ഇത് ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. തിരുനെല്ലി പഞ്ചായത്ത് നിങ്ങൾ നല്ല വെച്ചുകൾ, നിങ്ങളൊക്കെ പത്രപ്രവർത്തകർ ആദ്യം. തിരുനെല്ലി പഞ്ചായത്ത് മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടി ഗ്രാമങ്ങൾ മാത്രം നിൽക്കുന്ന പഞ്ചായത്താണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 5000, 6000, 7000 വോട്ടിന് ഭൂരിപക്ഷം അവർക്ക് കിട്ടുന്ന പഞ്ചായത്താണ് തിരുനെല്ലി പഞ്ചായത്ത്. മാനന്തവാടിയിലാണ് ഇത് തിരുനെല്ലി പഞ്ചായത്ത്, വയനാട് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി. രാഹുൽ ഗാന്ധി അതേ തെരഞ്ഞെടുപ്പിൽ അവിടെ അവർ 6000 വോട്ട് ലീഡ് ചെയ്ത പഞ്ചായത്തിൽ 3000 വോട്ട് തിരിച്ച് ലീഡ് ചെയ്യും. 3500 വോട്ട് രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യും. ഇപ്രാവശ്യം പ്രിയങ്ക ഗാന്ധി അവിടെ അവര് കഴിഞ്ഞ ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷനിൽ 6000-7000 വോട്ട് ലീഡ് ചെയ്ത വോട്ട് 355 വോട്ടിന് പ്രിയങ്ക ഗാന്ധി ഇപ്രാവശ്യം ലീഡ് ചെയ്തു. ന്യൂനപക്ഷത്തിന്റെ വോട്ടാണോ അത്? തിരുനെല്ലി പഞ്ചായത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തിരുനെല്ലി ക്ഷേത്രമടക്കം നിലകൊള്ളുന്ന ആ പഞ്ചായത്തിന്റെ വോട്ട് ന്യൂനപക്ഷ വോട്ടാണ്. മനസ്സിലാക്കേണ്ടത്, സ്വന്തം കാലിന്റെ അടിയിലെ മണ്ണാ ചോർന്നു പോയത്. അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് എത്രയായിരുന്നു? ഇപ്രാവശ്യം കിട്ടിയ വോട്ട് എത്രയായിരുന്നു? എത്ര കുറഞ്ഞു? പക്ഷെ ഇതിനകത്തുള്ള ഗൗരവമായ കാര്യം, ഞാനിപ്പോ നോക്കായിരുന്നു, അമിത്ഷാ ഇത്രയും പ്രസ്താവന നടത്തി. ഞാൻ വിചാരിച്ചു കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർ CM കേരള പ്രതികരിക്കുന്നു. ഒരക്ഷരം വിട്ടിട്ടില്ല ഇതുവരെ. അമിത്ഷാക്കെതിരെ പറയാൻ പേടിയായിരിക്കും പിണറായി വിജയന്, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ എങ്കിലും ഭരണഘടനയെ ശില്പിയെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന ആഭ്യന്തരമന്ത്രി നടത്തിയാൽ അതിന് ആദ്യം കണ്ടന്റ് ചെയ്യേണ്ട ആള് കേരളത്തിലെ മുഖ്യമന്ത്രി ഇല്ലേ? കാരണം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി, ഇവിടെ ഉണ്ടാക്കിയ റിനൈസൻസിന്റെ പോരാട്ടം നടന്ന മണ്ണ്, കേരളത്തിലെ മണ്ണിന്റെ പശ്ചാത്തലം എന്താണ്? ഇത്തരം വർഗീയതയ്ക്കെതിരായിട്ടും അതുപോലെ തന്നെ ഇത്തരം പരാമർശങ്ങൾക്കെതിരായിട്ട് ഏറ്റവും ശക്തമായ മൂവ്മെന്റ് നടന്നൊരു മണ്ണല്ലേ കേരളത്തിന്. അതിന്റെ പുതിയ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം? ആ മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് അമിത്ഷാ നടത്തിയ പ്രസ്താവനയെ ഒന്ന് അപലപിക്കണ്ടായിരുന്നോ? ചെയ്തില്ല. പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ തലങ്ങും വിലങ്ങും ഉണ്ട് കേരളത്തില്, അവർ ചെയ്തില്ല. അത് ചെയ്യാത്തതിന് പകരം അവർ ചെയ്തതെന്താണ്? അംബേദ്കറെ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസെടുത്തു. അതിന്റെ പിന്നാലെ കേസെടുത്തില്ലെങ്കിലും കേസെടുത്തതിനേക്കാൾ കൂടുതൽ ഹീനമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ തയ്യാറായത്. ഇത് വ്യക്തമാണ്. എന്നാലും സംഘപരിവാറിന്റെ പോലും ഭാഷയിൽ അവരുപയോഗിക്കാത്ത അത്ര ഹീനമായ രീതിയിൽ ഇത്രയും അസത്യപൂർണമായിട്ടുള്ള ആരോപണം ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കാൻ വിജയരാഘവൻ ഉന്നയിച്ചപ്പോൾ അത് CPM പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഇത് ഉന്നയിക്കാനുള്ള പ്രധാനമായ കാരണം ഞാൻ വിശദീകരിക്കുന്നത്,
ഇത് തീർച്ചയായിട്ടും BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയെ ക്രൂശിക്കാൻ കേസെടുക്കാൻ അവിടെ തയ്യാറായപ്പോൾ ഇവിടെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ CPM-ന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ മെമ്പർ ചെയ്തത് എന്നുള്ളതാണ്. അത് CPM-ന്റെ മാത്രം കൊട്ടേഷൻ അല്ല, BJP കൊട്ടേഷനായിരുന്നു. ഇതാണ് സത്യം. ഇത് പക്ഷേ ഇത് CPM അണികൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവരത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അണികൾ അവരുടെ അണികൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് ചെയ്തിരിക്കുന്നതാണ്. ആ വോട്ട് ചെയ്തെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞാൽ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പൊ അത് അങ്ങേയറ്റത്തെ അപലപനീയമായ കാര്യമാണ്. വിജയരാഘവൻ ഇപ്പം വർഗീയ രാഘവനായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറും ഇത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പറയുമ്പോൾ വർഗീയത ഇങ്ങനെ വെറും വിഴുങ്ങുന്ന ഒരു ആളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഇവരെന്താ ധരിച്ചിരിക്കുന്നത്? ഇവിടെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതിന്റെ പേരിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ അവർ ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള വ്യക്തിഹത്യയാണ്. അത് അങ്ങേയറ്റത്തെ അവലംബിക്കും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിൽ നിരന്തരം കോൺഗ്രസ് പരാതി ഉയർത്തുന്നത്, കോൺഗ്രസ് മാത്രമല്ല ഈ പ്രതിപക്ഷം നിരന്തരം പരാതി, അതിലൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന പരാതി. പക്ഷെ ഇത് വലിയൊരു ആശങ്കയാണ്. അപ്പൊ ഇതെങ്ങനെ മറികടക്കും? അല്ല, അതിനാണ് പറയുന്നത് ഒരു ദേശീയ മൂവ്മെന്റിലൂടെ അത് മറികടക്കാൻ പറ്റുള്ളൂ. രാജ്യത്ത് അനാർക്കി വരുമ്പോൾ എന്താ വിഷയം ഉണ്ടാവുക? ഏറ്റവും വലിയ ഏകാധിപതികൾ ചെയ്യുന്ന എന്താണ് എല്ലാ രാജ്യത്തും? പക്ഷെ അവസാനം ജനങ്ങൾ എഴുന്നേക്കും. ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങൾ ഒന്നിച്ചു വരും. അതിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് വെറുതെ വിടാൻ പോകുന്നില്ല. ഇത് മൂവ്മെന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇതൊക്കെ കൃത്യമായ എവിഡൻസ് ആണ്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നത്, അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കണം, അത് എല്ലാവർക്കും പബ്ലിക് ഡൊമൈൻ ഉണ്ടാക്കണമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് തരില്ല എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു രാജ്യം ഒരു ഇലക്ഷനിലേക്ക് പോകാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടല്ലേ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഹങ്കാരിയാണ്, പക്വതയില്ലാത്ത നേതാവാണ് തുടങ്ങിയ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. സതീശൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ രമേശ് ചെന്നിത്തലയാണ്. മറ്റൊരു കാലത്തും ഇല്ലാത്തപോലെ പ്രതിപക്ഷ നിങ്ങൾ നമ്മളെ മാധ്യമപ്രവർത്തകർ മൈക്കുമായിട്ട് ഓരോ നേതാവിന്റെയും സഭകളുടെ മുമ്പിൽ പോയിട്ട് ആരാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ അവരൊരു അഭിപ്രായം പറയും. വരുന്ന തെറ്റ് അത് അവരുടെയൊക്കെ അഭിപ്രായത്തിന് അവർക്ക് പറയുന്നത്, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ അല്ല പറയുന്നത്. ഇപ്പം ഇത് അവരുടെ അജണ്ടയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഗോവിന്ദൻ മാഷിയുടെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ചർച്ചകളെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാരും CPM-ന്റെ ഇത് 2 ഭരണം കൊണ്ട് സഹികെട്ട് നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസ്സുകാരും ഈ CPM ഉണ്ടാക്കാൻ പോകുന്ന ഈ കെണിയിൽ വീഴുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങൾ ആരും വീഴില്ല, ഒരു കോൺഗ്രസ്സുകാരും വീഴാൻ പോകുന്നില്ല. ഇവിടെ ഒരു തർക്കവുമില്ല. എല്ലാ ദിവസവും ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമല്ലേ, എല്ലാ മീറ്റിംഗിലും എല്ലാവരും പോവും. നല്ല കാര്യമാണ്. കോൺഗ്രസ് എല്ലാ സമൂഹങ്ങളെയും സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഞങ്ങളൊരു മതനിരപേക്ഷ പാർട്ടിയാണ്. ഒന്നിനെയും നിഷേധിക്കുന്നതല്ല. എല്ലാ മതങ്ങളെയും എല്ലാ സമുദായങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ എല്ലാവരുടെയും വാക്കുകൾ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ പാർട്ടിയാണ് ആത്യന്തികമായ അവസാനം ഒരു തീരുമാനം എടുക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് AICC നിയോഗിച്ചിട്ടാണ് ഞാനിവിടെ പത്രസമ്മേളനം നടത്തുന്നത്. നിങ്ങൾ ഇപ്പൊ ചോദിച്ചുകൂടെ ഞാൻ ആ ചോദ്യത്തിലേക്ക് ഞാൻ കൂടുതൽ പറയാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ബ്രീഫിംഗ്, ഓൺലി ബ്രീഫിംഗ്, ഇത് ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന ഒരു ബ്രീഫിംഗിന്റെ ഭാഗമായിട്ട് എന്നോട് കേരളത്തിൽ ഞാൻ ഉള്ളതുകൊണ്ട് ഇവിടത്തെ ബ്രീഫിംഗ് നടത്തണമെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും സമുദായ സംഘടനകളെ കോൺഗ്രസ് ചേർത്ത എല്ലാ കാലത്തും നിർത്തുന്നത്, എല്ലാ കാലത്തും അതിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ ആരോടെങ്കിലും വെല്ലുവിളിക്കാനോ ചീത്ത പറയാനോ പോടാ പുറത്തുനിന്ന് പറയാനോ ഗെറ്റ് ഔട്ട് അടിക്കാനോ പോയിട്ടില്ല. ഞങ്ങൾ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. ഒരു മതമേലധ്യക്ഷന്മാരെയും ഞങ്ങൾ ആക്ഷേപിക്കാൻ പോകാറില്ല. നിങ്ങളുടെ പാരമ്പര്യമൊന്നുമില്ല പാർട്ടിയല്ല കോൺഗ്രസ്. പ്രതിപക്ഷ
സാമുദായിക സംഘടന നേതാവ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് നിങ്ങളത് വായിച്ചില്ലേ? ദാറ്റ്സ് ഓവർ. ഓക്കെ. ജവാന വഴി ചേർത്തത് സെൻട്രൽ ഗവൺമെന്റ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ദൈവത്തിന്റെ പേരിൽ അല്ല, അവർക്ക് 2-3 കാര്യങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. അതല്ലേ 400 സീറ്റ് കിട്ടിയ ആരാ പറഞ്ഞത്? ഇതിന്റെ ഈ ചർച്ചകൾ വരാനുള്ള കാരണം എന്താണ്? ഇപ്രാവശ്യം 400 സീറ്റ്. ആ 400 സീറ്റിൽ വന്നാൽ ഭരണഘടന ഭേദഗതി ചെയ്യണം. സെക്യുലർ എന്ന പദം ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തതാണ്. ഇപ്രാവശ്യത്തെ ചർച്ചയിലും പറഞ്ഞു ഭരണഘടനാ ഭേദഗതിയിൽ അത് എഴുതി ചേർക്കാൻ പാടില്ല, കാര്യമില്ല. അതുപോലെ ഇന്ത്യയിലെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്ന ഭരണഘടന എന്നുള്ള വാചകം അത് വേണ്ട. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഭരണഘടന എന്ന് പറഞ്ഞാൽ മനുസ്മൃതിയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറഞ്ഞവരാണ് അവർ. ഇത് ഭരണഘടനയല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന മനുസ്മൃതിയിലാണ്. അത്തരം ചർച്ചകൾക്കൊന്നുമല്ല നമുക്ക് താല്പര്യം. നമുക്ക് പിന്നെ അവിടെ ആരെങ്കിലും വിളിച്ചോ ഇവരെ ആരെങ്കിലും വിളിച്ചോ എന്നുള്ളത് നിങ്ങൾ അതുകൊണ്ട് ഈ വിശാലമായ ചർച്ചയിലേക്കൊന്ന് പോകണം. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ചർച്ചയാണിത്. ഭരണഘടനയെയും അതിനടിസ്ഥാന തത്വങ്ങളെയും തെരഞ്ഞെടുപ്പ് രീതികളെയും ആക്രമിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ കേരള മീഡിയ അല്ലാതെ വേറെ ആരും ചർച്ച ചെയ്യും? ദേശീയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ പാർലമെന്റിൽ ഇന്ത്യ പ്രക്ഷോഭം നടത്തി. പക്ഷെ പാർലമെന്റിന് പുറത്ത് അങ്ങനെ ഒരു പ്രക്ഷോഭം കാണുന്നില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വലിയ യോഗങ്ങളെല്ലാം പോയിരുന്നു. ഇന്ത്യ സഖ്യത്തിനിടയിൽ അല്ല, ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യവും നഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ വീക്ഷിക്കുന്ന കോണിന് ഇന്ത്യ സഖ്യം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇന്ത്യ സഖ്യത്തിൽ ഇപ്പം ഞങ്ങൾ ഡൽഹിയിൽ ഞങ്ങൾ ഒറ്റക്കാൻ മത്സരിക്കുന്നു, ആം ആദ്മി പാർട്ടി പറയാം. ഇവിടെ ഞങ്ങൾ അടുത്ത ഇലക്ഷനിൽ 2006 ഞങ്ങളും CPM ഒന്നിച്ചാണോ മത്സരിക്കാൻ പോകുന്നത്? ബംഗാളിൽ ഞങ്ങൾ ഒന്നിച്ചാണോ? ഇത് വ്യത്യസ്ത പാർട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു ഫെഡറേഷനാണ്. അവർക്ക് സംസ്ഥാന തലങ്ങളിൽ വ്യത്യസ്തമായ ഇൻട്രസ്റ്റുകളുണ്ട്. ഇപ്പൊ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ ഇൻട്രസ്റ്റുകളും ഒഴിവാക്കി CPM പറഞ്ഞ പോലെ കാക്കാൻ പറ്റൂ, അവർക്ക് ഞങ്ങൾ പറഞ്ഞ പോലെ കാക്കാൻ പറ്റൂ. അപ്പൊ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഈ ഭരണഘടനാ ചർച്ച വന്നപ്പോൾ എല്ലാവരും ഒപ്പിട്ടിട്ടാണ് സ്പീക്കർക്ക് രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ ഈ TMCയും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒപ്പിട്ടിട്ടാണ് സ്പീക്കർക്ക് കത്ത് കൊടുത്തത്. ആ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചാണ്. ചില പ്രശ്നങ്ങളിൽ ചിലപ്പോൾ വിയോജിപ്പുണ്ടാവും, ഞാനില്ല, അത് നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇപ്പൊ എല്ലാ പാർട്ടികളും അത് ഇപ്പം ഓൾറെഡി പിന്നെ മമതാ ബാനർജി ബംഗാളിൽ റാലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UPയിലെ റാലികളുണ്ട്. എല്ലാ പാർട്ടികളും റാലി നടത്തും. ഇതുമായിട്ട് ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കോമൺ ആയിട്ടുള്ള വികാരം. ഇപ്പൊ 29-ാം തീയതി വീണ്ടും പാർലമെന്റ് സമ്മേളിക്കാൻ പോവാണ്. ജനുവരി 30-ാം തീയതി ബജറ്റ് സമ്മേളനം, 30-31 തീയതികൾ അവർ പറയുന്നത്. പക്ഷെ ജനുവരി അവസാന വാരം പാർലമെന്റ് ബജറ്റ് സമ്മേളനം വീണ്ടും ആരംഭിക്കും. അവിടെ വെച്ച് വീണ്ടും കൂടിച്ചേർന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി വിട്ടു. പക്ഷെ എല്ലാ പാർട്ടികളും അവരുടെ തലത്തിൽ ഇത് സംസ്ഥാന തലങ്ങളിലേക്ക്, പാവപ്പെട്ട താഴെത്തട്ടിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനുള്ള ക്യാമ്പയിനാണ് ആരംഭിക്കുന്നത്. അത് എല്ലാ പാർട്ടികളും ക്യാമ്പയിൻ നടത്തുന്നു. ഇന്ത്യ മുന്നണിയിലത്തെ ഒറ്റക്കല്ല കോൺഗ്രസ്. അല്ല, അത് KPCC പ്രസിഡന്റിനോടല്ലേ ചോദിക്കേണ്ടത്. ഓക്കെ, നമസ്കാരം. അല്ല, അത് വായിച്ചിട്ടില്ലേ? കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയുടെ പ്രമേയം വായിച്ചിട്ടില്ലേ? ഇപ്രാവശ്യത്തെ 26-ാം തീയതിയും വരും. ഞങ്ങൾ 2025 ഓർഗനൈസേഷൻ ബൂത്ത് തലം മുതൽ സംസ്ഥാന അഖിലേന്ത്യാ തലം വരെ ഫുൾ റിവൈവലിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ക്യാമ്പയിനും പാക്കേജും ആയിരിക്കും. അത് 26-ാം തീയതിയുടെ ഷെഡ്യൂൾ ഞങ്ങൾ അനൗൺസ് ചെയ്യും. ഓക്കെ. അതുമാത്രമല്ല, ആ വോട്ട് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഫോൺ ഹാജരാക്കാനാണ് അത് കേരള ക്രൈം. മോഡിക്ക് പഠിക്കുന്ന പോലീസല്ലേ കുട്ടികളത്? അതല്ലാണ്ട് അവിടെ മാധ്യമ പ്രവർത്തകർക്ക് ദേശീയ തലത്തിൽ എത്ര മാധ്യമ പ്രവർത്തകരാണ് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പറയാൻ വിട്ടുപോയതാണ്. എത്ര എന്തൊരു എഡിറ്റേഴ്സ് ഗിൽഡിന്റെ പോലും കേസെടുത്തില്ലേ? NDTV എങ്ങനെ കൈമാറ്റപ്പെട്ടത്? ആ മാധ്യമ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർ ഇവിടെ ഇപ്പൊ അതന്നെ അതിന്റെ കാർബൺ പതിപ്പാണ്. അവിടുത്തെ ആരെങ്കിലും ഒന്നും പറഞ്ഞു പോയാ അപ്പൊ കേസ്. അത് ഭൂഷണമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത്രയുള്ളൂ.